വെൽക്കം ടു ദിസ് പ്രസൻറ്റേഷൻ. വിപുല കുഴൽമന്ദം ഗവൺമെൻറ് ITയിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. അപ്പം നമ്മൾ ആംപ്ലിഫയർ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരു സിഗ്നലിനെ എൻലാർജ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടിനെക്കാട്ടിലും വലിയൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻലാർജിങ് ദി ഇൻപുട്ട് സിഗ്നൽ. ഇനി നമ്മൾ ട്രാൻസിസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ് 3 കോൺഫിഗറേഷനെ പറ്റിയിട്ടുള്ളത്: കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സിനെ പറ്റിയിട്ടാണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എമിറ്റർ എന്തായിരിക്കും, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിരിക്കും. ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക അതിൻ്റെ ബേസിലേക്കും, ഔട്ട് എടുക്കുക നമ്മൾ അതിൻ്റെ കളക്ടർ റീജിയണിലും ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് PNP ആൻഡ് NPN ട്രാൻസിസ്റ്റേഴ്സ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക NPN ട്രാൻസിസ്റ്ററാണ്. അതിന് കാരണം അതിൻ്റെ ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ് കുറച്ചും കൂടെ PNPനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി NPN ട്രാൻസിസ്റ്ററിൽ ഈ ഒരു 3 കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, അതുപോലെ തന്നെ കോമൺ കളക്ടർ, ഈ ഒരു 3 കോൺഫിഗറേഷൻ നമ്മൾ കുറച്ചും കൂടിയും കൂടുതൽ യൂസ് ചെയ്യുന്നത്, മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുക കോമൺ എമിറ്ററാണ്. അതിൻ്റെ കറണ്ട് ഗെയിനും അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും ഇതൊക്കെ ബാക്കി രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും ബെറ്ററാണ്, ഹയറുമാണ്. ആ ഒരു റീസൺ കാരണം നമ്മൾ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. ഈ എല്ലാ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു AC സിഗ്നൽ, അതായത് ഒരു AC സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഒരു AC സിഗ്നലിന് അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. ഈ ഒരു 2 ഹാഫ് സൈക്കിൾസും ആൾട്ടർനേറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസിസ്റ്റർക്ക് എത്തണം, എന്നാൽ മാത്രമേ ട്രാൻസിസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റൂ. ആ ട്രാൻസിസ്റ്റർ ഈ ഒരു 2 പോസിറ്റീവിനും നെഗറ്റീവിനും ആൾട്ടർനേറ്റ് ചെയ്തതിന് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേണലായിട്ട് നമ്മളൊരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു ട്രാൻസിസ്റ്ററിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയാസിങ്. ഇനി ബയാസിങ് നമ്മൾ ചെയ്യുന്ന വഴി എന്ത് ചെയ്യും, ട്രാൻസിസ്റ്ററിന് കറക്റ്റ് ക്യൂ പോയിൻ്റ്, അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കറക്റ്റായിട്ട് അതിന് കിട്ടും. അതായത് കറക്റ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. DC ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലാവണം എപ്പോഴും ക്യൂ പോയിൻ്റ് ഉണ്ടാവേണ്ടത്, എന്നാൽ മാത്രമേ നമുക്ക് ഡിസ്റ്റോഷൻലെസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഡിസ്റ്റോഷൻലെസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ക്യൂ പോയിൻ്റ് സെൻറ്ററിലാവണം. ഈ ഒരു ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ബയാസിങ് ചെയ്യണം. ഇനി എല്ലാ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാവണം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിൻ്റെ എക്സാക്റ്റ് റീപ്രൊഡക്ഷൻ ആവണം. പക്ഷേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനേക്കാളും ബിഗർ ആയിരിക്കണം. അതുപോലെ തന്നെ ക്യൂ പോയിൻ്റ് സെൻറ്ററിലും ആവണം. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസാണ് നമ്മൾ ബയാസിങ് ചെയ്ത് നമുക്ക് കിട്ടുക. ബയാസിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കറക്റ്റ് സെൻറ്ററിൽ വരും. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെൻട്രലായി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അതേ ഇൻപുട്ടിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. പക്ഷേ ഇൻപുട്ടിനേക്കാളും ബിഗ്ഗർ ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. അതുപോലെ നമുക്ക് ഡിസ്റ്റോഷൻലെസ് ആയിട്ട്, അതായത് ഡിസ്റ്റോഷൻ വളരെ കുറവായിരിക്കും. കൊടുത്ത സിഗ്നൽ അതുപോലെ നമുക്ക് ഔട്ടിൽ അതേ ഷേപ്പിൽ കിട്ടും. അതേ ഷേപ്പിന് വലിയ ചേഞ്ച് ഒന്നുമില്ലാതെ അത് എന്താണോ ഇൻപുട്ടിൽ കൊടുത്തത് അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ടിൽ കിട്ടുക. പക്ഷേ ഇൻപുട്ടിനേക്കാളും ബിഗ്ഗർ ആയിരിക്കും നമ്മൾ ഔട്ടിലുണ്ടാവുക. ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഫിഗറാണുള്ളത്. ഇപ്പം 4 റെസിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ 3 കപ്പാസിറ്റർ ഉണ്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് CI എന്നുള്ള പോയിന്റിലേക്കാണ്. VCC എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ബയാസിങ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ നമ്മൾ കോമൺലി വിളിക്കുന്നതാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. ഇത് വിളിക്കാനുള്ള റീസൺ, നമ്മൾ കൊടുക്കുന്ന VCC എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് വരുന്നത് R1 R2 എന്ന് പറഞ്ഞ 2 റെസിസ്റ്റർ വഴിയാണ് നമുക്ക് ബേസിലേക്ക് വോൾട്ടേജ് എത്തുന്നത്. അതായത് ആ വരുന്ന VCC പറഞ്ഞ വോൾട്ടേജിനെ ഈ 2 റെസിസ്റ്റേഴ്സും ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ അതിന് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബയാസിങ് വോൾട്ടേജ് വേണ്ടത് അത് പ്രോപ്പറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുകൊണ്ടാണ് അതിനെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ 2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, R1 R2. ഇത് 2 യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ്, ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്കാണ് ഈ R1 R2 കൂടിയും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ടേജ് VCC എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഈ ഒരു R1നും R2ൻ്റെയും സെൻറ്റർ പോയിന്റിലാണ് നമുക്ക് ഒരു ബയാസ് വോൾട്ടേജ്, അതായത് ട്രാൻസിസ്റ്ററിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള ബയാസ് വോൾട്ടേജ് ഈ R1നും R2ൻ്റെയും സെൻറ്ററിലാണ് കറക്റ്റ് ഉണ്ടാവുക. അത് ആ ഒരു പോയിന്റിലായിരിക്കും അതിൻ്റെ ബയാസിങ് വോൾട്ടേജ് ഉണ്ടാവുക.
ഇനി നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ VCC ഡയറക്റ്റ് കൊടുക്കാതെ രണ്ട് R1 R2 രണ്ട് റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് അത് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന വഴി ഇതിൻ്റെ ബീറ്റ വാല്യൂ, ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ എമിറ്ററിൻ്റെ കറണ്ട് ഗെയിൻ വിളിക്കുന്നവരാണ് ബീറ്റ. ഈ ഒരു ബീറ്റ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് അത് റെഡ്യൂസ് ചെയ്യാതെ കുറയ്ക്കാതെ ഒരു കോൺസ്റ്റൻ്റ് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്യുന്നത്. ഇനി വാല്യൂ ഓഫ് വി ബി എന്ന് പറഞ്ഞാൽ ബയാസ് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ബയാസിങ് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന് ആ റെസിസ്റ്റേഴ്സ് R1 R2, അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പവർ സപ്ലൈ VCC എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ്, അതുപോലെ R1 R2ൻ്റെയും വാല്യൂസ്. ഈ രണ്ടെണ്ണമാണ് നമ്മൾ ബയാസിങ് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉണ്ടാകുന്ന കറണ്ട് I = V/R നമുക്ക് ഓംസിലോ അറിയാം. അപ്പോൾ I = ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R1 ഉണ്ട് R2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് RT. I = VCC/RT. ഇനി RT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? R1ൻ്റെയും R2ൻ്റെയും ടോട്ടൽ റെസിസ്റ്റൻസ് രണ്ടും ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ RT എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? R1 + R2 എന്ന് എഴുതാം. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കോമൺ എമിറ്ററിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എവിടേക്കാണ് പറഞ്ഞു? ബേസിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്ലൈ വോൾട്ടേജ് VCC കൊടുത്തിട്ട് അത് ആ രണ്ട് വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് കൂടെ വന്ന് അതെന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് ബേസ് വോൾട്ടേജ് നമുക്ക് ട്രാൻസിസ്റ്ററിന് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ VBB കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവൈഡർ റൂളാണ്. VB = എന്ന് പറഞ്ഞാൽ ബേസ് വോൾട്ടേജ്. VB = നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VCC × R2/R1 + R2. അതായത് നമ്മൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ബേസിനും എമിറ്ററിനും അക്രോസ് ആണ്. അപ്പോൾ ബേസിനും എമിറ്ററിനും അക്രോസ് ഉള്ള റെസിസ്റ്ററാണ് ഇത് R2 എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 R2. ആ രണ്ടിൻ്റെയും കൂടി സീരീസ്. അതുകൊണ്ടാണ് ബേസ് വോൾട്ടേജ് VB = VCC × R2/R1 + R2 എന്ന് പറയുന്നത്. ഇനി വെച്ചാൽ നമ്മൾ ഔട്ടിൽ കിട്ടുന്ന കറണ്ട്, ഔട്ട്പുട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന കറണ്ടാണ് IC, ഇൻപുട്ടിലുണ്ടാകുന്ന കറണ്ടാണ് IB. അതായത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ബേസിലേക്ക്, ഔട്ട് എടുക്കുന്നത് നമ്മൾ കളക്ടറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ സപ്ലൈ വോൾട്ടേജ്, ആ സപ്ലൈ വോൾട്ടേജ് നമ്മളെ ഔട്ട്പുട്ട് കറണ്ടായിട്ടുള്ള കളക്ടർ കറണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജും കളക്ടർ കറണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് മാക്സിമം കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് നമ്മളെ സപ്ലൈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻപുട്ട്. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. നമ്മളവിടെ ഔട്ട്പുട്ട് കറണ്ട് പറഞ്ഞത് കളക്ടർ കറണ്ടാണ്. അപ്പോൾ IC, ഇൻപുട്ട് കറണ്ട് പറഞ്ഞാൽ IB. അപ്പോൾ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബീറ്റ = ΔIC/ΔIB. രണ്ടും ഒരേ ക്വാണ്ടിറ്റീസാണ്. അതായത് രണ്ടും കറണ്ടാണ്. ഔട്ട്പുട്ട് കറണ്ട് ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഗെയിൻ്റെ കറണ്ട് ഗെയിൻ ആയിക്കോട്ടെ വോൾട്ടേജ് ഗെയിൻ ആയിക്കോട്ടെ, ഗെയിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതിനൊരു യൂണിറ്റ്ലെസ് ആയിട്ടുള്ളതാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ബീറ്റ എന്ന് പറയുന്നതാണ് നമ്മൾ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു. ബീറ്റേനെ ചില ടൈംസ്, അതായത് സംടൈംസ് ബീറ്റ ഈസ് റെഫേർഡ് ടു ആസ് HFE. ബീറ്റേനെ നമ്മൾ HFE എന്നും പറയാറുണ്ട്. ICയുടെ വാല്യൂ, അതായത് നമ്മളെ കളക്ടർ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എമിറ്റർ കറണ്ടിൻ്റെ രണ്ടും ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി സെയിം വാല്യൂസ് ആയിരിക്കും എപ്പോഴും, കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും. നമ്മൾ സർക്യൂട്ട് നോക്കുക. സർക്യൂട്ടിൽ നമുക്ക് രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതായത് രണ്ട് കപ്പാസിറ്റേഴ്സ് മീൻസ് രണ്ട് ഇൻപുട്ടിലൊരു കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടിലൊരു കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ എമിറ്റർ റെസിസ്റ്ററിന് പാരലായിട്ട് നമ്മളൊരു CE എന്ന് പറഞ്ഞിട്ടുള്ളൊരു കപ്പാസിറ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു C1 C2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നിലും ഔട്ടിലുള്ള കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സാണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബയാസിങ് ആയി കൊടുക്കുന്നത് ഒരു DC വോൾട്ടേജാണ്. അപ്പോൾ DC ബയാസിങ് വോൾട്ടേജിൽ നിന്ന് AC സിഗ്നൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആയിട്ടുള്ള C1 ഉം C2 യൂസ് ചെയ്യുന്നത്. അപ്പോൾ C1 and C2 ആർ യൂസ്ഡ് ആസ് എ കപ്ലിംഗ് കപ്പാസിറ്റർ. നമ്മൾ C1 ഉം C2 യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ്? കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു സർക്യൂട്ടിൽ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് DCനെ ACനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന DC ബയാസിങ് വോൾട്ടേജിൽ നിന്ന് AC സിഗ്നൽസിനെ സെപ്പറേറ്റ് ചെയ്യലാണ് കപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ടുള്ള C1ൻ്റെയും C2ൻ്റെയും ഫംഗ്ഷൻ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ബയാസിങ് കണ്ടീഷൻ
പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് എൻഷുർ ദാറ്റ് ദ ബയാസ് കണ്ടീഷൻ ഓപ്പറേറ്റ് കറക്റ്റ്. അതായത് ബയാസിങ് കൊടുക്കുന്നത് നമ്മൾ DC വോൾട്ടേജാണ്. അപ്പോൾ അതിൽ AC കമ്പോണൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ബയാസിങ് എന്താവില്ല, പ്രോപ്പറായിട്ടാവില്ല കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ബയാസിങ് കണ്ടീഷന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ DC ബയാസിങ് വോൾട്ടേജിന് ACനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് വോൾട്ടേജ് ആയിട്ടുള്ള DC മാത്രമേ സപ്ലൈ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ബയാസിങ് കണ്ടീഷൻ ഓപ്പറേറ്റ് കറക്റ്റ്ലി അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എമിറ്റർ റെസിസ്റ്ററിന് പാരലായിട്ടൊരു C എന്ന് പറഞ്ഞൊരു കപ്പാസിറ്ററുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ CE എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് കമ്പോണൻറ്റായിട്ടാണ് ആക്ട് ചെയ്യുക ഫോർ ദി DC ബയാസിങ് കണ്ടീഷൻ. നമ്മളൊരു DC ബയാസിങ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ CE എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് കമ്പോണൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് ഒരു ബയാസിങ് കറൻറ്റോ അല്ലെങ്കിൽ വോൾട്ടേജോ ഇറ്റ്സ് നോട്ട് അഫക്റ്റഡ് ബൈ ദി കപ്പാസിറ്റർ മെയിൻറ്റെയിനിങ് എ ഗുഡ് ക്യൂ പോയിൻറ്റ് സ്റ്റെബിലിറ്റി. അപ്പോൾ ക്യൂ പോയിൻറ്റ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്യൂ പോയിൻറ്റ് സെൻറ്ററിൽ കിട്ടണം. അപ്പോൾ ആ ഒരു ക്യൂ പോയിൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ CE യൂസ് ചെയ്യുന്നത്. CE എന്ത് ചെയ്യും, അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ഏത് ടൈമിൽ DC ബയാസിങ് കൊടുക്കുമ്പോൾ CE എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു ക്യൂ പോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. ഇനി CE ഷോർട്ട് സർക്യൂട്ട് ആവുന്നത് എപ്പോഴായിരിക്കും? CE ബിക്കം ഷോർട്ട് സർക്യൂട്ട് ടു എമിറ്റർ റെസിസ്റ്റർ അറ്റ് എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ഡ്യൂ ടു ഇറ്റ്സ് റിയാക്ടൻസ്. CE എന്ന് പറയുന്നത് എമിറ്റർ കപ്പാസിറ്റർ. അപ്പോൾ CE എപ്പോഴും ഓപ്പൺ ആവുന്നത് DC ബയാസിങ് കണ്ടീഷനിൽ. ഷോർട്ട് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ഒക്കെ വരുമ്പോൾ ഇതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ റിയാക്റ്റൻസ് കാരണം ഹൈ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് എന്തായാലും വളരെ കുറവായിരിക്കും. അപ്പോൾ റിയാക്റ്റൻസ് ഹൈ ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ റിയാക്റ്റൻസ് കാരണം CE എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ RL അല്ലെങ്കിൽ കപ്പാസിറ്റർ റെസിസ്റ്റർ, അതായത് കപ്പാസിറ്റർ റെസിസ്റ്റർ അല്ല കളക്ടർ റെസിസ്റ്റർ RC ആണ് നമ്മൾ RL എന്ന് പറയുന്നത്. കളക്ടർ എന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന റെസിസ്റ്ററാണ് അത് ട്രാൻസിസ്റ്ററിൻ്റെ ലോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ RL ആക്ട് ആസ് എ ട്രാൻസിസ്റ്റർ ലോഡ് ഇൻക്രീസിങ് ദി വോൾട്ടേജ് ഗെയിൻ ടു ഇറ്റ്സ് മാക്സിമം. അപ്പോൾ ആ RLൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് ഗെയിന് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ RL അല്ലെങ്കിൽ RC എന്ന് പറയുന്നത്. കളക്ടറിലുള്ള റെസിസ്റ്ററിനെയാണ് നമ്മൾ അതിൻ്റെ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിന് മാക്സിമം ആക്കുക, ഇത്രയാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ് സെഡിൻ എന്ന് പറഞ്ഞാൽ VIN ആണ്. നമുക്കിവിടെ സെഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R1 പാരലൽ ടു R2 പാരലൽ ടു ബീറ്റ RE ഡാഷ് ആണ്. അതാണ് നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻസ്. RE ഡാഷ് എന്ന് പറയുന്നത് എമിറ്റർ റെസിസ്റ്റൻസിനെയാണ് RE ഡാഷ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കളക്ടർ എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കളക്ടർ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും സെഡ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് നോക്കുക. ഇവിടെ കറണ്ട് ഗെയിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ IC ബൈ ഡെൽറ്റ B. IC എന്ന് പറഞ്ഞാൽ എന്താ, കളക്ടറിന് ഉണ്ടാവുന്ന കറണ്ടാണ്. I ഈക്വൽ ടു V/R. അപ്പോൾ ഡെൽറ്റ IC പറഞ്ഞാൽ ഡെൽറ്റ VC ബൈ RC. IB എന്നുള്ളതിന് നമുക്ക് എന്താ ഡെൽറ്റ VB ബൈ RB. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും, ഡെൽറ്റ VC ബൈ RC ഇൻറ്റു RB ബൈ ഡെൽറ്റ VB. വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, VC ബൈ VB ആയിരിക്കും. ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ടിലുള്ള വോൾട്ടേജ്. ഡെൽറ്റ VC ബൈ ഡെൽറ്റ VB ആണ് നമ്മൾ വോൾട്ടേജ് ഗെയിൻ. അപ്പം മുകളിലുള്ള ഇക്വേഷൻ നോക്കുക. കറണ്ട് ഗെയിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം, വോൾട്ടേജ് ഗെയിനെ ചേഞ്ച് ചെയ്തിട്ട് ഡെൽറ്റ VC ബൈ ഡെൽറ്റ VBന് പകരം വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു RC ബൈ RB എന്ന് എഴുതുക. അതായത് ആ എബോ ഇക്വേഷനാണ് ഇവിടെ ചേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇനി AV എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് ഗെയിന്, RC എന്ന് പറയുന്നത് അതിൻ്റെ കളക്ടർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും RB എന്ന് പറയുന്നത് ബേസ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസുമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോമൺ എമിറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്.
ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് വൈ ആക്സസ്, ഇപ്പോൾ ഒരു എക്സ് വൈ സ്കെയിലിൽ എക്സ് ആക്സസിൽ ഫ്രീക്വൻസി ലോഗരിതമിക് സ്കെയിലിലും അതുപോലെ തന്നെ വൈ ആക്സസിൽ അതിൻ്റെ വോൾട്ടേജ് ഗെയിന് നമ്മൾ ലീനിയർ സ്കെയിലിൽ എടുക്കുന്നതിനാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 1 kHz സൈൻ വേവ് ആണ് നമ്മൾ ആംപ്ലിഫയറിന് ഇൻപുട്ടായിട്ട് കൊടുത്തു വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക ആ ഒരു 1 kHzൻ്റെ സിഗ്നൽ തന്നെയായിരിക്കും. പക്ഷേ ആ കൊടുത്ത ഇൻപുട്ട് സിഗ്നലിൻ്റെ എൻലാർജ്ഡ് വേർഷനായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഈ എൻലാർജ്ഡ് ആയിട്ടുള്ള കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഒരു ആംപ്ലിഫയറിൻ്റെ, ഏത് ആംപ്ലിഫയറിലാണോ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ആ ഏതിലാണ് ആ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന എൻലാർജ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവുക. ഈ ഒരു ഫിഗർ ഓർത്ത് നോക്കുക. F1 F2 എന്ന് പറഞ്ഞ 2 ഫ്രീക്വൻസി മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 സ്റ്റാർട്ട് ചെയ്ത ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മുതൽ F1 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി കഴിഞ്ഞൊരു F2 ആ ഒരു റേഞ്ചിൽ ഗെയിൻ എന്ന് പറയുന്നത് ഹയർ ആയിട്ട് അത്യാവശ്യം ഒരു 1 യൂണിറ്റി ഗെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും ഹയർ ഫ്രീക്വൻസി എത്തുമ്പോൾ അതിൻ്റെ ഗെയിൻ വീണ്ടും റെഡ്യൂസ് ചെയ്ത് 0ക്ക് എത്തുന്നുണ്ട്. ഇനി ഈ ഗെയിൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. അത് നമ്മളിപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഓരോ ഫ്രീക്വൻസിയിലും ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഗെയിന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഗെയിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഡിഫറൻസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കപ്പാസിറ്റേഴ്സ്, ആ ഒരു ആംപ്ലിഫയറിൽ യൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഡിഫറെൻറ്റ് ഗെയിൻ തരുന്നത് കപ്പാസിറ്റേഴ്സ് ആയിട്ടുണ്ടാകുന്ന കപ്പാസിറ്റേഴ്സ് കാരണമാണ്. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററും അതിൽ ചെറിയൊരു പങ്ക് വയ്ക്കുന്നുണ്ട്. പക്ഷേ കപ്പാസിറ്റേഴ്സിൻ്റെ ഒരു എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യാത്തത്. ഒരു 0 ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആൻഡ് ആൾസോ അറ്റ് ഹൈ ഫ്രീക്വൻസി. ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാഫിൽ കണ്ടതാണ് 0 to a പെർട്ടിക്കുലർ ഫ്രീക്വൻസി വരെ F1 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി വരെ ഗെയിൻ വളരെ ചെറുതായിട്ടാണ് കൂടി വരുന്നുള്ളൂ. F1 to F2 എന്തായി കോൺസ്റ്റൻ്റ് ആയി. ആൻഡ് ആഫ്റ്റർ F2 അതായത് ഹയർ ഫ്രീക്വൻസി എത്തുമ്പോഴും ഇതിൻ്റെ ഗെയിൻ വളരെ ഷാർപ്ലി ടുവേർഡ്സ് 0 ആണ്. 0 ഫ്രീക്വൻസിയിലും അതുപോലെ ഹൈ ഫ്രീക്വൻസിയിലും ഫാൾസ് ഷാർപ്ലിയാണ് ഗെയിൻ, അതായത് ഗെയിൻ കുറഞ്ഞു വരികയാണ്. ഇത് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഗെയിൻ കുറയാനുള്ള കാരണം അറ്റ് 0 ഫ്രീക്വൻസി അതുപോലെ അറ്റ് ഹയർ ഫ്രീക്വൻസീസ് ഗെയിൻ കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് അതുപോലെ തന്നെ ബൈപ്പാസ് കപ്പാസിറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു 2 എണ്ണത്തിൻ്റെയും എഫക്റ്റ് കാരണമാണ് നമുക്ക് 0 ഫ്രീക്വൻസിയിലും ഹയർ ഫ്രീക്വൻസിയിലും ഗെയിന് ഡിക്രീസ് ആവുന്നത്. നമുക്കറിയാം XC അതായത് കപ്പാസിറ്റി റിയാക്റ്റൻസിൻ്റെ ഇക്വേഷനാണിത്. XC = 1/2πfc ആണ്. അപ്പോൾ നമ്മൾ F0 ആകുമ്പോൾ നമ്മൾ Xയുടെ വാല്യൂ 1/0 എന്ന് വരും. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയി. അപ്പോൾ F0 ആകുമ്പോൾ കപ്പാസിറ്റി റിയാക്റ്റൻസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവും. ആ ഒരു ടൈമിൽ നമ്മൾ Rന് ഇൻപുട്ട് റെസിസ്റ്റൻസ് നെക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് 0 ആവും. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. Rന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജും 0 ആയിരിക്കും. ഏത് കണ്ടീഷനിൽ? F = 0, അതായത് ഫ്രീക്വൻസി 0 ആവുന്ന കണ്ടീഷനിൽ. ഇനി നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് Rന് അക്രോസ് ഉള്ള വോൾട്ടേജും ഇൻക്രീസ് ആവും. അതേ സമയത്ത് തന്നെ കപ്പാസിറ്റി റിയാക്റ്റൻസ് കുറയും. അപ്പോൾ ഈ Rന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് ഓൾറെഡി ഇൻക്രീസ് ആവും. ഇൻപുട്ട് ഫ്രീക്വൻസി നമ്മൾ ഫർദർ ഇൻക്രീസ് ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? XC നന്നായി ഡിക്രീസ് ചെയ്തിട്ട് ആൾമോസ്റ്റ് അതൊരു 0 ആയിട്ട് അപ്രോച്ചസ് 0. XCയുടെ വാല്യൂ 0 റേഞ്ചിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു കണ്ടീഷന് നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടും, അതായത് വീനായിട്ട് കൊടുക്കുന്ന വീൻ വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻപുട്ട് വോൾട്ടേജും ആ ട്രാൻസിസ്റ്ററിന് ക്രോസ് അപ്പിയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഹയറായി മാറും. അതായത് നമ്മൾ ഇൻപുട്ട് കൂടുതൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ അതേ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗെയിനും ആൾമോസ്റ്റ് അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗെയിനും ഇൻക്രീസ് ആവും. ഈ ഒരു ഫിഗർ നോക്കുക, ഫിഗർ 3 നോക്കുക. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ ഗ്രാഫ് ചെറുതായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങി. അതായത് FC എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്തു? ചേഞ്ച് ആയിട്ട് ഓൾമോസ്റ്റ് പിന്നെ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് FC എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി FC.
ഈ എഫ് സിയുടെ കണ്ടീഷനിൽ ആർ സി എന്ന് പറയുന്നത് ആർ ഇന്നിന് ഈക്വൽ ആയിരിക്കും. കപ്പാസിറ്റി റിയാക്റ്റൻസും അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസും ആൾമോസ്റ്റ് ഈക്വൽ ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ എഫ് സി എന്ന് പറയുന്നത്, കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രീക്വൻസി എഫ് സി കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ആംപ്ലിഫയർ ഒരു എ സി വോൾട്ടേജ് ഡിവൈഡറായിട്ടാണ് ബിഹേവ് ചെയ്യുക. എഫ് സി എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ആംപ്ലിഫയർ ഒരു എ സി വോൾട്ടേജ് ഡിവൈഡറായിട്ട് ബിഹേവ് ചെയ്യും. അറ്റ് ഹയർ ഫ്രീക്വൻസിയിൽ, അതായത് നമ്മൾ ഒരുപാട് ഫ്രീക്വൻസി അങ്ങ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഷണ്ട് കപ്പാസിറ്റർ, അതായത് പാരലായിട്ട് വെച്ചിട്ടുള്ള കപ്പാസിറ്റർ ബിഗിൻസ് ടു ഷണ്ട് എ സി കറണ്ട് എവേ ഫ്രം ദി ലോഡിലേക്ക് എ സി കറണ്ട് പോവാതെയാവും. ആ ഒരു കേസിൽ നമ്മളെ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് കുറഞ്ഞു വരും. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കുറയുക പറഞ്ഞാൽ അതിൻ്റെ ഗെയിന് വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം, നമ്മളായിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിന് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രീക്വൻസി ആയിട്ട് ഹയർ ഫ്രീക്വൻസി ആകുമ്പോൾ സി എന്ന് പറയുന്നത് നമ്മളെ പാരലായിട്ട് വെച്ചിട്ടുള്ള ഷണ്ട് കപ്പാസിറ്റർ അതൊരു എ സി കറണ്ടിന് ഷണ്ടായിട്ട് പ്രവർത്തിക്കും. അതായത് ബിഗിൻസ് ടു ഷണ്ട് എ സി കറണ്ട് എവേ ഫ്രം ദ ലോഡ് വെച്ചാൽ ആ ലോഡിലേക്ക് പോവാതെ, ആ കറണ്ട് ലോഡിലേക്ക് പോവാതെ ആ ലോഡിന് കുറയ്ക്കും. ഇപ്പോൾ ലോഡിൽ എടുക്കുന്ന കറണ്ട് കുറയാന്ന് എന്ത് ചെയ്യും, അതിനൊക്കെ ഉണ്ടാവുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ടിലുണ്ടാവുന്ന വോൾട്ടേജ് കുറയും. അപ്പോൾ നമ്മളെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് കുറഞ്ഞാൽ നമ്മളെ ഗെയിൻ ഓൾറെഡി കുറയും. ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ ഒരു 20 മുതൽ 20 കിലോ ഹെർട്സ് വരെ നമുക്ക് ഓൾമോസ്റ്റ് ഗെയിൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദ ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്. ദിസ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫോർ ആൻ ഓഡിയോ ആംപ്ലിഫയർ ഈസ് കോൾഡ് ഈസ് ബാൻഡ് വിഡ്ത്ത്. ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ അതിൻ്റെ ഗെയിൻ ഓൾമോസ്റ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും, ഗെയിന് 1 ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ അത്രയും പെർട്ടിക്കുലർ ഫ്രീക്വൻസീനെ, ആ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ആ ഫ്രീക്വൻസിനെയാണ് ആ ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് എഫ് എച്ച് മൈനസ് എഫ് എൽ, ഹയർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നോക്കിയാൽ കാണാം, ഹയർ ഫ്രീക്വൻസി കോർണറുണ്ട്, അതുപോലെ തന്നെ ലോവർ ഫ്രീക്വൻസി കോർണറുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആംപ്ലിഫയറിൻ്റെ ഗെയിന് നമ്മൾ മെഷർ ചെയ്യുക ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഡെസിബൽ കാണാനുള്ള ഇക്വേഷനാണ് ഡെസിബൽ ഈക്വൽ ടു 20 ലോഗ് എ. എന്ന് പറയുന്നത് നമ്മളെ ഡെസിമൽ ഗെയിനാണ്. അത് 0 dB ഒക്കർ വെൻ വി ഔട്ട് ഈക്വൽ ടു വി ഇൻ. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന കണ്ടീഷനിലാണ് നമുക്ക് 0 dB കാണാൻ കഴിയുക. അപ്പോൾ 0 dB എന്ന് പറയുന്നത് എന്താ, ഔട്ട് ഇന്നിൽ കൊടുക്കുന്ന അതേ ഔട്ട് നമുക്ക് കിട്ടുക പറഞ്ഞാൽ അവിടെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റന്വേഷൻ ഒന്നും ഇല്ലാതെ, അറ്റന്വേഷൻ അറ്റ് ദീസ് ഫ്രീക്വൻസിയിൽ, നോ അറ്റന്വേഷൻ അറ്റ് ദീസ് ഫ്രീക്വൻസിയിലാണ്. അവിടെ ഒരു അറ്റന്വേഷൻ നടക്കുന്നുണ്ട്. ഇൻപുട്ടിൽ കൊടുക്കുന്ന അതേ സാധനം നമുക്ക് ഔട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അറ്റന്വേഷൻ ഒന്നും ഇല്ലാത്തൊരു ഇതാണ് ഇത് 0 dBയിൽ. ആ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 20 ലോഗ് വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറഞ്ഞ വാല്യൂ എന്ത് വരും, 1 വരും. അപ്പോൾ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിട്ട് കൊടുക്കുക. അപ്പോൾ 20 ലോഗ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 0 dB. അപ്പോൾ ഗെയിന് നമ്മൾ ഡെസിബലാണ് മെഷർ ചെയ്യുക. അപ്പോൾ ഗെയിന് 1 ആവുന്ന കേസിൽ എന്താവും, 0 dB ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, 0 dBയിൽ നോക്കുക, ഗെയിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 ആണ്, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ആ ഒരു ബോഡി പ്ലോട്ടിൽ 2 കോർണറിലും അല്ലെങ്കിൽ ആ 2 കട്ട് ഓഫ് ഫ്രീക്വൻസി നോക്കുക, ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. 0 dBന്ന് -3 dB റേഞ്ചിൽ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അതെന്ത് ചെയ്യും, ഒരു ഫിക്സഡ് റേറ്റിൽ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു ഫിഗർ നോക്കുക, 0 dBന്ന് -3 dB. അപ്പോൾ അതുവരെ 0 dBയിൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്ന ഗെയിന് ആ ഒരു -3 dB എത്തുമ്പോഴേക്കും അതെന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ -3 dB കഴിഞ്ഞ് വരുമ്പോഴേക്കും അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്സഡ് റേറ്റിൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു ഫാൾ അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ഗെയിൻ, ആ ഗെയിൻ കുറഞ്ഞുകൊണ്ട് വന്നതിന് നമ്മൾ എന്താ പറയുക, റോൾ ഓഫ് റീജിയൻ. നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി പറഞ്ഞിട്ടുള്ളതാണ്. ആ പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -3 dB പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി നമ്മൾ എത്ര കൂട്ടിയാലോ, അല്ലെങ്കിൽ ആ ഒരു 0 മുതൽ FC വരെയുള്ള ഒരു റീജിയണിൽ
ഗെയിൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കുറയുന്നത് എപ്പോഴും ഒരു ഫിക്സ്ഡ് റേറ്റിലായിരിക്കും കുറയുക. ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു റിഡക്ഷൻ ഇൻ ഗെയിനിനെ നമ്മൾ വിളിക്കുന്നത് റോൾ ഓഫ് റീജിയൻ ഓഫ് ദി ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മളൊരു സിംഗിൾ ഓർഡർ ആംപ്ലിഫയർ അതുപോലെ തന്നെ ഒരു ഫിൽട്ടർ സർക്യൂട്ടിലൊക്കെ ഈ റോൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിഫൈൻ ചെയ്യുന്നത് 20 ഡെസിബൽ പെർ ഡിക്കേഡ്. ആ ഒരു റേഞ്ചിലായിരിക്കും ഇത് 20 dB പെർ ഡിക്കേഡിലായിരിക്കും ആ ഒരു ഗെയിനിൻ്റെ ഡിക്രീസ് ഉണ്ടാവുക. റിഡക്ഷൻ ഉണ്ടാകുന്ന 20 dB പെർ ഡിക്കേഡിലായിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ 0 dB എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഗെയിൻ 1 ആവുന്ന കേസിലാണ് 0 dB നമ്മൾ മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളൊരു -3 dB കോർണർ ഫ്രീക്വൻസി, അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസി FC നമ്മൾ മാർക്ക് ചെയ്തത് -3 dBയിലാണ്. ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് -3 dB നമ്മൾ എടുക്കാൻ കാരണം എത്രയാണോ നമ്മൾ ഗെയിൻ്റെ മാക്സിമം വാല്യൂ അതിൻ്റെ 70.71% കുറഞ്ഞത്, അത്രയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗെയിൻ റെഡ്യൂസ്ഡ് ടു 70.71 ആയിരിക്കും. നമ്മൾ 100% നമുക്ക് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ആ 3 dB പോയിൻ്റ് നമുക്ക് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 70.71% ഉണ്ടാവുള്ളൂ. 100% ഉണ്ടാവില്ല. അതിന് കുറഞ്ഞ 70.71% ആയിരിക്കും നമുക്ക് -3 dB പോയിന്റിൽ കിട്ടുക. അത് പെർസെൻറ്റേജ് കണക്കിലാവാനാണ്. അപ്പോൾ നമ്മൾ വാല്യൂ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഗെയിൻ 1 ആണെങ്കിൽ നമുക്ക് 0 dBയിൽ ഗെയിൻ 1 ആണെങ്കിൽ -3 dB എന്ന് പറയുമ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് ആ ഒരു ആംപ്ലിഫയറിൻ്റെ 0.707 ആയിരിക്കും. ആ ഗെയിൻ മാക്സിമം വാല്യൂവിൻ്റെ 0.707 ആയിരിക്കും നമുക്ക് -3 dBയിൽ നമുക്ക് കിട്ടുക. കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ നമ്മളൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് വരുന്ന സർക്യൂട്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് കോമൺ കളക്ടർ അതുപോലെ തന്നെ കോമൺ ബേസ് ആംപ്ലിഫയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.